ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. എല്ലാവരും അക്കൗണ്ടന്റ് എക്സാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയായിരിക്കും. പലർക്കും ടെൻഷൻ ആയിരിക്കും. അക്കൗണ്ടന്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇതുവരെ PSC പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ PSC എന്തുകൊണ്ടോ 2 ദിവസമായിട്ട് ഡിലേ ആയിട്ടാണ്. മീൻസ് പൊതുവെ PSC നൈറ്റ് തന്നെ ആൻസർ കീ ഇടുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ആ എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ പഠനം നിർത്താനുള്ള സമയമായിട്ടില്ല. കാരണം അങ്ങനെ നിർത്തണമെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ് വരണം. ലിസ്റ്റ് വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മാർക്കായി മാറുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്റ്റഡീസ് നിർത്തരുത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള എക്സാം ആണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ കേരള PSC. ഒരു 1 ഇയർ മുമ്പേ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഡിസംബർ വരെ 2022 ഡിസംബർ വരെ എക്സാം ഡേറ്റ് വരാത്ത ഒരു പോസ്റ്റാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ കേരള PSC. അപ്പോൾ ഡിസംബർ വരെ വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഇയറിൽ ബിഗിനിങ്ങിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന എക്സാമും കൂടുതൽ അവസരങ്ങളുള്ള എക്സാമുമാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. അപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം പലരും ഇപ്പോൾ സ്റ്റഡീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. കാരണം PSC വിളിക്കുന്നില്ല. വിളിച്ചു കഴിഞ്ഞിട്ട് പുതിയ സിലബസ് വരും. പുതിയ സിലബസിനനുസരിച്ച് പഠിക്കുക എന്നുള്ള രീതിയിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സിലബസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മാസമാണ് അല്ലെങ്കിൽ 2.5 മാസമാണ് ടൈം കിട്ടുക. ആ ടൈമിൽ നമുക്ക് അത്രയും വലിയൊരു സിലബസ് പഠിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോഴേ ഗ്രാജുവലി കഴിഞ്ഞ സിലബസിലും ഈ സിലബസിലും ഇനി വരാൻ പോകുന്ന സിലബസിലും കോമൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പോർഷൻസ് നമ്മൾ എടുത്തിച്ച് പഠിക്കണം, റിവൈസ് ചെയ്ത് നോക്കണം. അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് GSTയുടെ ടോപ്പിക്. കഴിഞ്ഞ സിലബസിൽ ഇല്ലായിരുന്നു. പക്ഷേ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈ തവണ സിലബസിൽ വരും. അപ്പം GST നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിങ്ങിന്റെ പോർഷൻസ്, കോൺട്രാക്ട് ആക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കുകൾ സിലബസിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ പോലും നമുക്ക് വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ ഗ്രാജുവലി ആണ് പഠിക്കുന്നത്. അപ്പം പഠനം തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങണം സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ പ്രീവിയസ് സിലബസ് എന്തായിരുന്നു എന്നുള്ള കാര്യം ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം. നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്താണ് ഫസ്റ്റ് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള സിലബസ് എന്ന്. അപ്പോൾ ഇത്തവണത്തെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് സിലബസ് ഒന്നുകൂടെ നോക്കാം. പാർട്ട് 1 ആണ് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ അക്കൗണ്ടൻസി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ വരുന്ന മെയിൻ ടോപ്പിക്കുകൾ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് വരുന്നുണ്ട്, ഫണ്ട് ഫ്ലോ അനാലിസിസ് വരുന്നുണ്ട്, അതുപോലെ ബഡ്ജറ്ററി കൺട്രോള്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇത്രയും പോർഷൻസ് ആണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഫിനാൻസ് ഫംഗ്ഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ, ഫിനാൻസ് ഡിസിഷൻ വരുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിവിഡൻഡ് ഡിസിഷൻസ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസിയിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, മീനിങ്, ഡെഫിനിഷൻ, നീഡ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, റിസർവ്സ്, പ്രൊവിഷൻസ്, ഡിപ്രീസിയേഷൻ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻ, ജേണൽ ആൻഡ് ജേണൽ എൻട്രി, ലെഡ്ജർ ആൻഡ് ലെഡ്ജർ പോസ്റ്റിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക്, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ. ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം +2 നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ പോർഷൻസും ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിലുണ്ട്. അതിൽ +2 തന്നെ വരുന്ന വേറൊരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും നമ്മുടെ ടോപ്പിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക് കോൺസെപ്റ്റുകൾ, നാച്ചർ, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പാർട്ട്ണർഷിപ്പ് ആക്ടിനെ പറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്, ദെൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അതിൽ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, ഇത്രയും ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും നമുക്ക് +2 തന്നെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് +2ൻ്റെ ടോപ്പിക്ക്, +2ൻ്റെ ബുക്കുകൾ വെച്ച് റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഈ ഒരു 2 സെക്ഷനിലും വരുന്നത്. ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇപ്പം +2ലെ സിലബസിലില്ല, പക്ഷേ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AFSൽ ഇപ്പോഴും ഉണ്ട് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ വരും, അതുപോലെ തന്നെ ഇഷ്യൂ ആൻഡ്
റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ AFSൽ വരുന്നുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് +2ൽ വരാത്ത ടോപ്പിക്കാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഈ ഒരു പോർഷൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സെക്ഷൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, അതിൽ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഇറ്റ്സ് പ്രിപ്പറേഷൻ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ, ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റ് സിസ്റ്റം, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, ടെൻഡർ കോസ്റ്റിംഗ്. അപ്പോൾ കോസ്റ്റിങ്ങിൽ എല്ലാ ടോപ്പിക്കുകളും വന്നിട്ടുണ്ട് ഈ ഒരു സെഷനിൽ. ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മീനിങ്, ഡെഫിനിഷൻ, ഫങ്ഷൻസ്, സ്കോപ്പ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, യൂട്ടിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, ടൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. ദെൻ അടുത്ത സെക്ഷനായിട്ട് ഫണ്ട് ഫ്ലോ അനാലിസിസ്, ടൂൾസിൽ വരുന്നതാണ്. ഫസ്റ്റ് ടൂളായിട്ടുള്ള ഫണ്ട് ഫ്ലോ അനാലിസിസ് വരുന്നുണ്ട്. അതിൻ്റെ നീഡ്, മീനിങ്, യൂസസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫോർകാസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അടുത്തത് ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ്. അതിൽ നീഡ്, മീനിങ്, ഇമ്പോർട്ടൻസ്, യൂട്ടിലിറ്റി, സോഴ്സസ് ഓഫ് ക്യാഷ്, ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ്, ഫോമാറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫോർകാസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ അടുത്തത് ബജറ്ററി കൺട്രോൾ ആണ്. ബജറ്ററി കൺട്രോളിൽ മീനിങ് ഓഫ് ബഡ്ജറ്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ, പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് ബഡ്ജറ്റ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ്സ്, ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ, ബജറ്ററി കൺട്രോൾ ആസ് എ മാനേജ്മെൻറ്റ് ടൂൾ, ഇൻസ്റ്റാളേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ സിസ്റ്റം, ലിമിറ്റേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ സിസ്റ്റം, സീറോ ബേസ്ഡ് ബജറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ബജറ്ററി കൺട്രോളിൽ വരുന്നത്. ദെൻ അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, ടൈപ്സ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ, എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, മീനിങ്, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രീസ്, മാനേജ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പേയബിൾ, ഓവർ ആൻഡ് അണ്ടർ ട്രേഡിംഗ്, ബാങ്കിങ് പോളിസി, ദഹിജ, ടണ്ടൻ ആൻഡ് ചോർ കമ്മിറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ദെൻ അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പോർഷനിൽ ഫിനാൻസ് ഫംഗ്ഷനിൽ മീനിങ്, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് സ്റ്റെപ്സ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്, സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ്, എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്, പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സ്, പേബാക്ക് മെത്തേഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ആൻഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ദെൻ ഫിനാൻസ് ഡിസിഷനിൽ സോഴ്സ് ഓഫ് ഫണ്ട്സ്, ലോങ് ടേം, മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോറോയിങ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ്, ലീസ് ഫിനാൻസിങ്, വെഞ്ചർ ക്യാപിറ്റൽ, കൊമേഴ്ഷ്യൽ പേപ്പർ ആൻഡ് ഫാക്ടറിങ്. ദെൻ അടുത്ത സെക്ഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതിൽ മീനിങ്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, മോഡി ഗിലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ദെൻ അടുത്ത കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീനിങ്, കമ്പ്യൂട്ടേഷൻ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദ ലാസ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഡിവിഡൻഡ് ഡിസിഷനിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് പോളിസി, ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ് ആൻഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഡിവിഡൻഡ് മോഡൽസ്, വാൾട്ടേഴ്സ് മോഡൽ, ഗോദൻസ് മോഡൽ ആൻഡ് മോഡി ഗിലിയാനി ആൻഡ് മില്ലർ മോഡൽ. സെക്കൻഡ് പാർട്ട് വരുന്നത് ലോ ആണ്. ലോയിൽ സെൻട്രൽ സെയിൽസ് ടാക്സ് ആക്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട്, കേരള വാല്യൂ ആഡഡ് ടാക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് ആണ്. അപ്പോൾ GST ആക്ട് വരുന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ GST ബേസ്ഡ് ആയിരിക്കും നമ്മൾ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ അടുത്ത മൊഡ്യൂൾ 2 വരുന്നത് കേരള അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ആക്ട്, കേരള മണി ലെൻഡേഴ്സ് ആക്ട്, കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട്, കേരള റവന്യൂ റിക്കവറി ആക്ട്, ഇത്രയും കാര്യങ്ങളാണ്. ഈ ആക്ടുകൾ ബെയർ ആക്ടുകൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല കോഴ്സിൽ, കാരണം അപ്പോൾ ഈ ബെയർ ആക്ട്സ് നമ്മൾ പുതിയ സിലബസിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇനി ടോപ്പിക്കിൽ വരുവാണെങ്കിൽ നമ്മൾ എടുക്കുകയും ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ഇത്രയും ടോപ്പിക്സ് എന്ന് പറയുന്നത്.
ഇതിനടുത്തത് മൊഡ്യൂൾ 3 വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ ഒരു മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും ഇതിന്. ദെൻ നെക്സ്റ്റ് അടുത്തത് വരുന്നത് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പാർട്ട് 3 A സെക്ഷനിൽ വരുന്നത്. ദെൻ സോഷ്യൽ വെൽഫെയർ രജിസ്ട്രേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ദെൻ റിനൈസൻസ് ഇൻ കേരള. ദെൻ പാർട്ട് 4 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 4 3 വരുന്നത്. അപ്പോൾ ഈ രണ്ട് പോർഷൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പോർഷൻസ് ആണ്. കാരണം PSC ഇത്തരം എക്സാമുകളിൽ നിന്ന് ജനറൽ നോളജ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പോർഷൻ വരില്ല എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് കഴിഞ്ഞ തവണ PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ മീൻസ് അന്ന് കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ എന്നായിരുന്നു പേര്. അപ്പോൾ കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ എക്സാം നടത്തിയ സമയത്ത് ഉണ്ടായിരുന്ന സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പല ടോപ്പിക്കുകളും നമുക്ക് ഇപ്പോഴും ഇനിയും അടുത്ത എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടോപ്പിക്കുകൾ പഠിച്ചു തുടങ്ങണം. അതുകൂടാതെ എക്സ്ട്രാ ടോപ്പിക്കുകൾ ഇനിയും പുതിയ സിലബസിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വേണം പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആവാൻ ചാൻസ് ഇല്ലാത്തൊരു എക്സാമാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഒരു അക്കാഡമിക് ആയിട്ടുള്ള ടീച്ചറുടെ പോസ്റ്റ് പോലെയല്ല, ഒരു ഓഫീസർ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം എഴുതിച്ച് നോളജ് അളക്കേണ്ട ഒരു കാര്യം PSCക്ക് ഇല്ല. PSCക്ക് അറിയേണ്ടത് എലിമിനേറ്റ് ചെയ്യണം, മീൻസ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻറ്റിനെ സെലക്ട് ചെയ്യണം. അതാണ് PSC ഉദ്ദേശിക്കുന്നത്. അപ്പം PSC ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം ഇടാൻ സാധ്യതയില്ലാത്ത എക്സാമാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കുമോ എന്നുള്ള പേടിയിൽ പഠനം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ ഒരു ആത്മവിശ്വാസത്തിൽ, ഒരു 99% ആത്മവിശ്വാസത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് LLC അക്കാഡമി ഞങ്ങളുടെ ഓൺലൈൻ ആപ്പ് വഴി സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചിങ്ങിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ, PDF ഫയലായിട്ടുള്ള നോട്ട്സ്, അതുപോലെ MCQ ടെസ്റ്റ് സീരീസുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ PDF ഫയലുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കോഴ്സ് LLC അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഓഫറും ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നമ്മൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്ത് 1 ഇയർ ആവാൻ വേണ്ടി പോവാണ്. അപ്പം 1 ഇയർ സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ കോഴ്സിന് 25% ഓഫ് നൽകുന്നുണ്ട്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, പുതിയ സിലബസ് വരുന്ന സമയത്ത് നമ്മൾ പുതിയ ക്ലാസ്സുകളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പേയ്മെന്റ് നടത്തണം എന്നുള്ള കാര്യം. അങ്ങനെ പേയ്മെന്റ് നടത്തേണ്ട കാര്യമില്ല. നമ്മൾ പുതിയ സിലബസിനനുസരിച്ച് തന്നെ നമ്മുടെ കോഴ്സ് പിന്നീട് തിട്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കോഴ്സുകളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ 1 ഇയർ അല്ലെങ്കിൽ അപ് ടു എക്സാം വരെയാണ് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ 24 hours അവൈലബിൾ ആയിരിക്കും വാട്സാപ്പിൽ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും എക്സാം ക്വാളിഫൈ ചെയ്ത് ഞാൻ ജോലിയിൽ കയറും എന്നുള്ള ഉറപ്പ് കിട്ടുന്നത് വരെ പഠനം കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും ബ്രേക്ക് എടുക്കരുത്. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ടോപ്പിക്കുകളും നമ്മുടെ മൈൻഡിൽ നിന്ന് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറേ ടോപ്പിക്കുകൾ പഠിച്ച് ഇരിക്കുമായിരിക്കും. പലരും അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടന്റ് എക്സാം എഴുതാത്ത ആളുകളുണ്ട്. അവർക്കും ഇനിയും സമയമുണ്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് വേണ്ടി പഠിക്കാൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ബൈ.